ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും അടിപൊളിയായിരിക്കുന്നു. അപ്പോൾ നമ്മുടെ വളകാപ്പിൻ്റെ വ്ലോഗ് വീഡിയോ ആണ് നമ്മൾ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ കുട്ടീസിനെ രാവിലെ 5 മണിക്ക് തന്നെ എണീപ്പിച്ചിട്ട് പൂക്കളടെ എത്തിക്കുകയാണ്. എന്നാലാണ് നമ്മുടെ കാര്യങ്ങളൊക്കെ ഫാസ്റ്റായി നടക്കുകയുള്ളൂ. അങ്ങനെ അവർ പൂക്കളൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ രാവിലെ തന്നെ എണീറ്റിട്ട്. തലേന്നത്തെ മെഹന്തിയിടലൊക്കെ കഴിഞ്ഞ് ഉറങ്ങിയപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. പക്ഷെ എന്തായാലും ഞാൻ രാവിലെ നേരത്തെ എണീപ്പിച്ചു അവരെ. ഇതായിരുന്നു നമ്മുടെ സിമ്പിൾ ഡെക്കറേഷൻ. ഇനിയും കുറച്ചുകൂടി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മുടെ നാരങ്ങ വെള്ളം കളിക്കുകയാണ്. അങ്ങനെ രാവിലത്തെ ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീടെത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ വീട്ടിൽ ഗസ്റ്റുകളൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ എത്തി. ആ രാവിലത്തെ കുറച്ച് കാര്യങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അങ്ങനെ അവരൊക്കെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ അമ്മ ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാൻഡിൽ കത്തിക്കുക, അതുപോലെ തന്നെ സ്വീറ്റ്സ് എടുത്ത് വയ്ക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും ഉണ്ടാവും നമ്മളെ ഹെൽപ്പ് ചെയ്യാനായിട്ട്. ആക്ച്വലി ഇങ്ങനൊരു ഫംഗ്ഷൻ നമ്മുടെ 2 ഫാമിലിയിലും ഫസ്റ്റ് ടൈം ആയിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ട്. വന്നവർക്കൊക്കെ എന്താണ് ഇവിടെ നടക്കാൻ പോകുന്നതെന്ന് വലിയ ഐഡിയ ഒന്നും ഉണ്ടായിരുന്നില്ല. കാര്യം നമുക്കറിയാം ഇതെന്താണ് ഫംഗ്ഷൻ എന്ന്, പക്ഷെ വന്നവർക്ക് കുറച്ച് പേർക്കൊന്നും ഇതിനെക്കുറിച്ച് വലിയ ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ പിന്നെ ഞങ്ങൾ മെല്ലെ മെല്ലെ ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ 2 ഫാമിലിയിലത്തെയും വളരെ ക്ലോസ് ആയിട്ടുള്ളവർ മാത്രം ഒരു 25 മെമ്പേഴ്സ് അത്ര പേരെ ഉണ്ടായിരുന്നുള്ളൂ ഈ ഫംഗ്ഷന് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഫംഗ്ഷൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ കറണ്ട് പോയി ഗൈസ്. പിന്നെ അത് രാഹുൽ പോയി റെഡിയാക്കി. അത് പിന്നെ കറക്റ്റായി, വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. ഓരോ കയ്യിലും ഈ 2 കുപ്പിവള വീതം ഇടണം എന്നാണ് ഞാൻ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെയാണ് ഈ ഫംഗ്ഷൻ്റെ ഒരു ചടങ്ങ്. ഞാൻ പിന്നെ എല്ലാവരോടും പറയുമായിരുന്നു കേട്ടോ, അതായത് ഇതേപോലെ തന്നെ എല്ലാവരും വന്ന് ചെയ്യണം. കാരണം ആർക്കും ഒരു ഐഡിയ ഇല്ല എന്താണ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ഇതേപോലെയൊക്കെ എല്ലാവരും ചെയ്യണമെന്ന് ഞാനിങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ കസിൻസും ഫാമിലി മെമ്പേഴ്സും എല്ലാവരും വന്നിട്ട് ഇതുപോലെ വളയിട്ട് ചന്ദനമൊക്കെ തേച്ച്. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു നമ്മുടെ ഫംഗ്ഷൻ്റെ മെയിൻ ചടങ്ങുകൾ. പിന്നെ മാത്രമല്ല എല്ലാവരും ഈ സ്വീറ്റ്സ് തന്ന് കഴിച്ച് ഞാൻ ശരിക്കും തടിച്ചിട്ടാണ് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ മധുരം. അങ്ങനെ അച്ഛൻ, അമ്മ, പിന്നെ എൻ്റെ അനിയത്തി, പിന്നെ വല്യമ്മമാർ, പിന്നെ അവിടെ വന്നിട്ടുള്ള എല്ലാവരും നമുക്ക് വളയൊക്കെ ഇട്ട് അങ്ങനെയായിരുന്നു കേട്ടോ നമ്മുടെ ഫംഗ്ഷൻ നടന്നത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് അത്രയും ക്ലോസ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സ് മാത്രമായിരുന്നു. ഒരു ചെറിയ ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ ഇത്. പിന്നെ ഞാൻ വരുന്നവരോടൊക്കെ പറഞ്ഞു തുടങ്ങി, എനിക്ക് ഈ സ്വീറ്റ്സ് മതി, കുറച്ച് തന്നാൽ മതി. പക്ഷെ എല്ലാവരും ഒരുപാട് സ്വീറ്റ്സ് എടുത്ത് വായിൽ വെക്കായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് ഇനി അടുത്ത് വേറെ എന്തെങ്കിലും എരിവുള്ള ഭക്ഷണം കഴിച്ചാൽ മതി, എപ്പോഴാണ് ഫുഡ് കഴിക്കാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ഞാൻ. ഞങ്ങളിങ്ങനെ ഓരോരുത്തരെ ഞാനും അമ്മയും മാറി വിളിക്കുകയായിരുന്നു, അടുത്തത് ഇന്നാൾ വായു എന്നൊക്കെ. അങ്ങനെ ഓരോരുത്തർ വന്ന് ഓരോ വളയും അതുപോലെ തന്നെ സ്വീറ്റ്സൊക്കെ തന്ന് നമ്മളെ ആ ഫംഗ്ഷൻ അടിപൊളിയാക്കിയിട്ടാണ്. ശരിക്കും ഇങ്ങനെ ഒരു ഫംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ 7ാം മാസത്തിൽ നമ്മുടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു 6 മാസമൊക്കെ കഴിഞ്ഞ്, അതായത് ഉണ്ണിയൊക്കെ ഉണ്ടായതിന് ശേഷമാണ് നമ്മൾ തിരിച്ചു വരിക. പക്ഷേ ഞാൻ ഇവരോട് യാത്രയൊക്കെ പറഞ്ഞ് പോയാലും പിറ്റേ ദിവസം തന്നെ തിരിച്ചു വന്നു. പിറ്റേ ദിവസം തിരുവോണമായിരുന്നു കേട്ടോ, അതുകൊണ്ട് ഞാൻ പിറ്റേ ദിവസം തന്നെ തിരിച്ചു വന്നു.
വന്ന എല്ലാവരും വളയൊക്കെ ഇട്ട് സ്വീറ്റ്സൊക്കെ തന്നുട്ടോ. അത് കഴിഞ്ഞ് ഫോട്ടോ സെഷൻ ആയിരുന്നു. ഫോട്ടോസ് രാവിലെ മുതൽ ഫോട്ടോസ് എടുക്കലായിരുന്നു. അതുപോലെ തന്നെ ഭയങ്കര ടയേർഡായി. അങ്ങനെ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ ദക്ഷിണയൊക്കെ കൊടുത്ത് ഇറങ്ങാൻ സമയമായിട്ടോ. ഈ ഇറങ്ങണ സമയം കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും ഞാൻ കരഞ്ഞ് വിഷമിച്ച് പോവുകയാണ്, കുറേ നാൾ കഴിഞ്ഞിട്ടൊക്കെ വരുള്ളൂ. പക്ഷെ പോയതിൽ സ്പീഡിൽ തന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഞാൻ വീട്ടിലെത്തിയിട്ടോ. നമുക്കന്ന് 12:30 ആകുമ്പോഴേക്കും എൻ്റെ വീട്ടിൽ എത്തണമായിരുന്നു. അതുകൊണ്ട് നേരത്തെ തന്നെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. അതുകൊണ്ട് തന്നെ അവിടെ കറക്റ്റ് സമയത്തൊക്കെ എത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ വളക്കാപ്പിൻ്റെ ഈ വ്ളോഗ്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വളക്കാപ്പിൻ്റെ വിശേഷങ്ങൾ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ, ലവ് യു.